ഓരോ വീട്ടിൽ ദിവസേന ചിക്കനും മീനുമാണ്. ഇവിടെ ഞായറാഴ്ച കിട്ടിയാലായി അത്ര തന്നെ. വല്ലപ്പോഴും ഉണ്ടാക്കണം. എന്നാൽ ചിക്കന് ചേർക്കേണ്ട സാധനങ്ങൾ കൊണ്ടുവരുമോ? അതുമില്ല. മല്ലിയില ചേർക്കാതെ ആരെങ്കിലും ചിക്കൻ കറി വയ്ക്കുമോ? അതെ മനുഷ്യ, ഞാനൊരു കാര്യം പറയാം, മല്ലിയില ഇല്ലാതെ ഞാൻ കറി വയ്ക്കില്ല കേട്ടോ. ഇങ്ങനെയുണ്ടോ മറവി? വേഗം വാങ്ങിച്ചോണ്ട് വന്നോ. മറക്കാൻ എന്താ ഇവിടെ മല മറിക്കണ പണിയാണോ നിങ്ങൾക്ക്? പോയോ? നീ എന്താടാ ചാടിക്കളിക്കണം? അവിടെ നിൽക്കടാ. ഫോൺ റിങ് ചെയ്യണല്ലോ. ആരാണപ്പാ എന്നെ വിളിക്കാൻ? ഹലോ, ആ പറയടി. ഒരു കാര്യമില്ലാതെ നീ വിളിക്കില്ലെന്ന് എനിക്കറിയാലോ. ആ പറയേ. ഷൈനി ഒളിച്ചോടിപ്പോയില്ലേ പേപ്പറുകാരൻ്റെ കൂടെ? ആരാ? അപ്പുറത്തെ വീട്ടിലെ ഷൈലയോ? രാവിലെ കൂടെ ഞാൻ അവളെ കണ്ടതാണല്ലോ. എന്നിട്ട്? ഹലോ ഹലോ, ഫോൺ വെച്ചോ? ആ പെണ്ണിന് എന്തിൻ്റെ കേടാണാവോ? ഹലോ, ഫോൺ വെച്ചല്ലോ. എന്നാലും ആ വയസ്സിനെ കിട്ടിയുള്ളൂ അവൾക്ക്. പ്രേമത്തിന് കണ്ണില്ല എന്ന് പറയുന്നത് വെറുതെ അല്ല. ആ മല്ലികക്ക കൂയ്, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. അപ്പുറത്തെ ഷൈല ഓടിപ്പോയി ആ പേപ്പറുകാരൻ്റെ കൂടെ. അയ്യോ, ഓടിപ്പോയാ? എന്താല്ലേ, എൻ്റെ മകളുടെ കൂടെ പഠിച്ച കുട്ടിയാ. വളർത്തു ദോഷം അല്ലാതെന്താ. പാല് കൊടുക്കാൻ പോവാണോ? ആ ശരി. നമ്മുടെ കുടുംബശ്രീക്കൊന്ന് വിളിച്ചു പറയാം, എല്ലാവരും ഒന്ന് അറിയട്ടെ. ഹലോ ചേച്ചി, സംഭവം അറിഞ്ഞോ? ഇല്ല, എന്താ കാര്യം? അറിഞ്ഞില്ലേ? അതപ്പോൾ നന്നായേ. നമ്മുടെ സരസുവിൻ്റെ മകളില്ലേ ഷൈല, അവൾ ഒളിച്ചോടിപ്പോയി. ഏത് സരസു? ഹൈ, നമ്മുടെ കുടുംബശ്രീയിലെ സരസു ഇല്ലേ, അവൾ തന്നെ. അയ്യോ, എന്നിട്ട് എന്താവാൻ? ഒരു വയസ്സിൻ്റെ കൂടെ അവൾ ഓടിപ്പോയെ. ഇനി എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കില്ലേ അവർ? ആ ആ, ഗ്രൂപ്പിലെ എല്ലാവരെയും ഒന്ന് അറിയിച്ചേക്ക്. ഇനി നമ്മൾ അറിഞ്ഞിട്ട് ആരോടും പറഞ്ഞില്ല എന്ന് വേണ്ട. ഇതെന്ത് പറയാനാ, പാവം സരസു. ആ, നിങ്ങൾ എന്തെങ്കിലും കാണിക്കേ. എന്നാലും അവൾ ഓടിപ്പോയില്ലേ. ആ സരസുവിനത് വേണം, അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ്. വീട്ടിലെ അമ്മയോടും നാത്തൂമാരോടും വിളിച്ചു പറഞ്ഞേക്കാം. ഹലോ ഹലോ അമ്മ, ഞാനാ. എന്താ മോളെ? ഷൈനിയുടെ കൂട്ടുകാരിയില്ലേ ഷൈല, അവൾ ഒളിച്ചോടിപ്പോയമ്മേ. അയ്യോ, ആരുടെ കൂടെ? കഷ്ടം. വളർത്തു ദോഷം അല്ലാതെന്താ. പെണ്ണുങ്ങളെ അടക്കി ഒതുക്കി വളർത്തണേ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നാത്തൂന്മാരോടൊക്കെ പറയണേ അമ്മേ. ആ പറയാം. ചിക്കൻ വാങ്ങിയിട്ടുണ്ടമ്മേ, ഞാൻ കറി വയ്ക്കട്ടെ. ശരി. ആ, ഫോൺ വെച്ചോ. മനസ്സിന് എന്തോ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. എന്താ അങ്ങനെ? ആ, എന്തോ ആട്ടെ. ആ, ഏട്ടൻ എത്തിയോ? ഏട്ടാ, സംഭവം അറിഞ്ഞോ? അപ്പുറത്തെ ഷൈലയില്ലേ, അവൾ ഓടിപ്പോയി. ഏട്ടനോട് ആരും പറഞ്ഞില്ല? അതപ്പോൾ നന്നായേ. ആ സരസു ഇനി മറ്റുള്ളവരുടെ മുഖത്ത് എങ്ങനെയാന്ന് നോക്കുക അല്ലേ ഏട്ടാ? ഇതെപ്പോൾ വരെ ഏട്ടാ? ഉള്ളിയുടെ ഇലയൊന്ന് പറിക്കട്ടെ, ചിക്കനിലിട്ടാൽ നല്ലതാ. എന്നാലും സരസുവിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴേ അവൾക്കത് തന്നെ വേണം. മനസ്സിന് എന്തോ ഒരു സന്തോഷം പോലെ. ആ, ശാന്തിയല്ലേ വരണേ? ഇതെന്താ ഈ വഴി? ശാന്തിയെ, വിശേഷമൊക്കെ അറിഞ്ഞാ? ഇവർക്കെന്താ വട്ടായോ? വിശേഷമൊക്കെ അറിഞ്ഞു, ഇതിലെന്താ ഇത്ര സന്തോഷിക്കാൻ? നിങ്ങളെന്തൊക്കെ ഈ പറയണേ? അപ്പുറത്തെ ശൈലിയില്ലേ, അത് ഓടിപ്പോയ കാര്യം ഞാൻ പറഞ്ഞേ. അതപ്പോൾ നന്നായേ. നിങ്ങൾ അറിഞ്ഞില്ലേ? നിങ്ങളുടെ മകള് ഷൈനിയാണ് ഓടിപ്പോയത്, പെണ്ണും പിള്ളേ. എൻ്റെ ദൈവമേ. ഓ, പൈസ ചിലവില്ലാതെ പെണ്ണ് പോയി കിട്ടിയില്ലേ, അതൊരു കണക്കിന് നന്നായി. സന്തോഷമായി ജീവിച്ചാൽ മതി. ഇവർക്ക് വട്ടായ. മറ്റുള്ളവരെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ വിചാരിക്കണം നമുക്കും അവസ്ഥ വരുമെന്ന്. ദൈവമേ, അവളാ സ്വർണ്ണം എടുത്തോണ്ട് പോയോ? കൊല്ലും ഞാൻ അവളെ. ഷോ, എന്നാലും അവൾ ഇങ്ങനെ ചെയ്തില്ലേ. നിന്നെ ഞാൻ കൊല്ലുവടി. ഞാനിനി എങ്ങനെ മറ്റുള്ളവരെ മുഖത്ത് നോക്കും? സ്വർണം കാണണേ ദൈവമേ. അയ്യോ അയ്യോ, എല്ലാം എടുത്തോണ്ട് പോയോടി മൂദേവി. എനിക്ക് വയ്യേ. ഞാൻ എങ്ങനെ ഇനി മറ്റുള്ളവരെ മുഖത്ത് നോക്കും?
സരസുവിൻ്റെ മുഖത്തെങ്ങനെ നോക്കൂ എൻ്റെ ദൈവമേ.